CPM രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കിടവയ്ക്കുന്ന ഒരു വാർത്തയിലേക്ക്. ദേശാഭിമാനി പാർട്ടിയെ തുടർച്ചയായി പ്രതിസന്ധിയിലാക്കുന്നതിൽ CPM നേതൃത്വത്തിൽ കടുത്ത അമർഷമുണ്ട്. ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിനും പത്രത്തിന്റെ ചുമതല നൽകിയിട്ടും നിരന്തരമായ വിവാദങ്ങൾ ഉണ്ടാവുകയാണ്. നാളെ ആരംഭിക്കുന്ന നേതൃയോഗങ്ങളിൽ ഈ വിഷയം ചർച്ചയാവും. വാരാന്ത പതിപ്പിന്റെ എഡിറ്റർ KR അജയനെതിരെയും നടപടി ഉണ്ടാവും. ദേശാഭിമാനിയെ മുക്കിയ കള്ളൻ വിജയൻ എന്ന ലേഖനം ഇതിനിടയിൽ എഴുത്തുകാരൻ TC രാജേഷ് സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി ഒതുക്കാൻ ശ്രമിച്ച അത് പുറത്തു വരുന്നു എന്നതുകൂടിയാണ് സംഭവം. എന്താണ് കള്ളൻ വിജയൻ എന്ന ലേഖനം, അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നത് കൂടിയാണ് ഇത് പങ്കുവെച്ചതിലൂടെ പുറത്തു വരുന്നത് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. വലിയ വിവാദങ്ങളാണ്. എന്താണ് CPM രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്, ദേശാഭിമാനി വിഷയത്തിൽ എന്താണ് സംഭവം? BV അരുൺ നമുക്കൊപ്പമുണ്ട്. അരുൺ, CPM-ന് കടുത്ത അതൃപ്തി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. കാരണം തുടർച്ചയായി ദേശാഭിമാനി, നേരത്തെ ഈ വിഴിഞ്ഞം വിവാദത്തിലടക്കം ദേശാഭിമാനി ആദ്യമെടുത്ത നിലപാട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. പാർട്ടിക്കത് തള്ളിപ്പറയേണ്ടി വരുന്നു. ഒടുവിലിതാ ഇപ്പോൾ മറ്റൊരു വിഷയം കൂടി. എവിടെയാണ് പിഴയ്ക്കുന്നത്? എന്താണിതിൽ CPM-നകത്തെ വിമർശനം? വിഴിഞ്ഞ ഓഹരി കൈമാറ്റത്തിൽ CPM നിലപാടിനെ ചോദ്യം ചെയ്യാൻ മുഖ്യമന്ത്രി VD സതീശൻ ആയുധമാക്കിയത് ദേശാഭിമാനിയുടെ വാർത്തകളായിരുന്നു. സർക്കാരിനെതിരെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും CPM-ഉം ഒക്കെ ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ എന്താണ് ഈ വിഷയത്തിൽ ദേശാഭിമാനി നിലപാട്? ദേശാഭിമാനിയുടെ ലേഖനങ്ങൾ എടുത്തു വായിച്ചുകൊണ്ടാണ് VD സതീശൻ അന്ന് മറുപടി പറഞ്ഞത്. മറ്റേ കാര്യമായ മറുപടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ദേശാഭിമാനിയുടെ വാർത്ത ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിനെതിരെ മുഖ്യമന്ത്രി അന്ന് ആഞ്ഞടിച്ചത്. അതുതന്നെ CPM-ന് കടുത്ത അതൃപ്തി ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. പാർട്ടി നിലപാട് നോക്കുമ്പോൾ തന്നെ ദേശാഭിമാനി ഇത്തരമൊരു വാർത്ത എങ്ങനെ എഴുതിയെന്ന ചോദ്യം CPM-നോട് ഉയർന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ VS അച്യുതാനന്ദനെ പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ജനകീയനായ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ 1ാം ചരമവാർഷികം വരുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള വാരാന്ത പതിപ്പിൽ അതിനെക്കുറിച്ചുള്ള ഒന്നുമില്ലാതെ പോയി എന്നുള്ളത്, വാരാന്ത പതിപ്പ് തന്നെ അച്ചടിക്കാൻ കഴിയാതെ പോയി എന്ന വിവാദം, ഇത് CPM-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. വലിയ വിമർശനം ഉയർന്നു വന്നു. എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ അവർ ആ വാരാന്ത പതിപ്പ് തന്നെ ഇറങ്ങാതിരിക്കാൻ ശ്രമിച്ചത്? പക്ഷേ അതിൻ്റെ വസ്തുതകളെല്ലാം പുറത്തു വന്നു. കള്ളൻ വിജയൻ എന്ന ലേഖനം എന്ന തലക്കെട്ടുള്ള ലേഖനം ഉണ്ടായിരുന്നു. അതുതന്നെയാണ് CPM-നെ ഈ വാരാന്ത പതിപ്പ് പോലും പുറത്തിറങ്ങുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചതെന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ കൂടുതൽ ഡാമേജ് അത് CPM-നും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാണ്. CPM നേതൃത്വം വളരെ ഗൗരവത്തോടുകൂടി ഇതിനെ കാണുന്നത്. വിജയത്തിന് പിന്നാലെ ഈ വിഷയം കൂടിയാകുമ്പോൾ ദേശാഭിമാനിയിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം പുത്തനത്ത് ദിനേശനാണ് ദേശാഭിമാനിയുടെ എഡിറ്റർ, റെസിഡന്റ് എഡിറ്ററായി. നേരത്തെ ദേശാഭിമാനി ജീവനക്കാരൊക്കെ റെസിഡന്റ് എഡിറ്ററായി വന്നിട്ടുണ്ട്, മാധ്യമപ്രവർത്തനം വന്നിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സെക്രട്ടറി അംഗം യുവ നേതാവ് M സ്വരാജിനെ റെസിഡന്റ് എഡിറ്റർ സ്ഥാനത്തും കൊണ്ടുവന്നു. എന്നിട്ടും വിവാദം ഉണ്ടാകുന്നതാണ് പാർട്ടി നേതൃത്വത്തിന് തലവേദനയാകുന്നത്, പൊല്ലാപ്പാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വിഷയം വളരെ അനായാസം പരിഹരിക്കാവുന്ന ഒരു വിഷയമായിരുന്നു ഈ വാരാന്ത പതിവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ആ തലക്കെട്ടിൽ സംശയമുണ്ടെങ്കിൽ സ്വാഭാവികമായും ഒരു വാരാന്ത പതിപ്പിൻ്റെ എഡിറ്റർക്ക് അതിൽ എതിർപ്പുണ്ടെങ്കിൽ പോലും അതിനെ മറികടന്ന് എഡിറ്റോറിയൽ ബോർഡിന് തീരുമാനമെടുക്കാമായിരുന്നു. അവിടെ സംസ്ഥാന നേതൃത്വം CPM നേതൃത്വത്തിൽ നിന്ന് വന്ന 2 പേരുണ്ട്. അവരോട് ചോദിച്ച് അത് തിരുത്താമായിരുന്നു. ഒന്നുകിൽ അന്ന് അത് മറ്റു തരത്തിൽ അച്ചടിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഈ വാരാന്ത പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന ക്ഷമാപണം ഒഴിവാക്കാമെന്ന്. അങ്ങനെ പലതരത്തിലുള്ള വീഴ്ചകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. പൂർണ്ണ സമയം ഈ 2 നേതാക്കൾക്കും ഇതിൽ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല എന്നൊരു വിമർശനം കൂടി ദേശാഭിമാനിക്കുള്ളിൽ നിന്ന് ഉയരുന്നുണ്ട്. കാരണം കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടറി അംഗവുമാണ്. 2 പേർക്കും പൂർണ്ണ സമയം ഇതിൽ ശ്രദ്ധിക്കാൻ സമയം ലഭിക്കുന്നില്ല. പലപ്പോഴും ഇവരെ ബന്ധപ്പെടാൻ ദേശാഭിമാനി ജീവനക്കാർക്കും എപ്പോഴും കഴിയുന്നില്ല. ഈ ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ തന്നെ പെട്ടെന്ന് ഇടപെട്ട് പരിഹരിക്കാൻ കഴിയാതെ പോയതാണ് പ്രശ്നം ഇത്രയധികം വഷളാക്കിയത്. എങ്ങനെയൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചു, അതിലേക്ക് വിപരീത ഫലം ഉണ്ടാകുന്നതിലേക്ക് കാര്യങ്ങൾ മാറിയത്. ഒരു ചീഫ് ന്യൂസ് എഡിറ്റർക്കായിരുന്നു ചുമതല. അദ്ദേഹം ഒടുവിൽ ഇത് ഈ 2 ആളുകളെയും കോൺടാക്ട് ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ അത് ഒഴിവാക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും ഇപ്പോഴും ഈ കള്ളൻ വിജയൻ ലേഖനത്തെ പറ്റി CPM അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു ലേഖനം ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കിയെന്ന കാര്യമൊന്നും അംഗീകരിക്കുന്നില്ല. ഏതായാലും എഡിറ്റർ, ഈ വാരാന്ത പതിപ്പിൻ്റെ എഡിറ്റർ KR അജയൻ നൽകിയ വിശദീകരണത്തിൽ പറയുന്നത് തെറ്റുപറ്റിയെങ്കിൽ തിരുത്താം, പക്ഷേ ഈ തലക്കെട്ടിൽ ഒരു തെറ്റുമില്ല എന്നൊരു വിശദീകരണം അദ്ദേഹം നൽകിയത്. അദ്ദേഹത്തിൻ്റെ എതിരെ നടപടി വൈകാതെ ഉണ്ടായേക്കും. വിശദീകരണം ചോദിച്ചു. ഇത്തരത്തിൽ പാർട്ടിയെ ദേശാഭിമാനി അപകീർത്തി ഉണ്ടാക്കിയെന്ന ആരോപണമാണ് അദ്ദേഹത്തിനെതിരെ CPM ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നടപടി വൈകാതെ ഉണ്ടായേക്കും. ഏതായാലും ഈ വിവാദമായ ലേഖനം അത് എഴുതിയ ആൾ ഇന്നലെ TC രാജേഷ് സിന്ധു ഇന്നലെ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു. വെമ്പായത്തെ പുല്ലമ്പാറയിലെ വിജയൻ എന്ന നാടകക്കളരിയുടെ കലാകാരനെ കുറിച്ചുള്ള വാർത്തയായിരുന്നു. അതിൻ്റെ തലക്കെട്ടാണ് CPM-നെ
പ്രശ്നങ്ങളുണ്ടാക്കിയത് കള്ളൻ വിജയൻ എന്ന തലക്കെട്ട്. അതാണ് ഏതായാലും VS-ന്റെ അനുസ്മരണം പോലും ഉൾക്കൊള്ളിക്കാതെ വാരാന്ത പതിപ്പ് തന്നെ ഇറക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തെ CPM-നെ കൊണ്ടുപോയത്. ഇങ്ങനെ നിരന്തരം ദേശാഭിമാനി വിവാദത്തിൽപ്പെടുന്നത് സംസ്ഥാന നേതൃത്വം ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. നേരത്തെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ എഡിറ്ററായിരുന്നു ദേശാഭിമാനിയുടെ. ഏതായാലും നാളെ CPM സെക്രട്ടേറിയറ്റ് അടുത്ത 2 ദിവസം സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ഈ യോഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ ചർച്ചകൾ ഉണ്ടായേക്കാം. ദേശാഭിമാനിയിൽ കുറച്ചുകൂടി ശക്തമായ ഇടപെടൽ പാർട്ടിക്ക് എങ്ങനെ വരുത്താം എന്ന കാര്യത്തിലും തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. അരുണ്, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയം, CPM-ലെ മാറുന്ന ഏതെങ്കിലും സൂചനകളുടെ പ്രതിഫലനം, ഇതൊക്കെ ഈ ദേശാഭിമാനിയിലെ വിവാദവുമായി ബന്ധിപ്പിച്ച് കാണേണ്ടതുണ്ടോ? അങ്ങനെ ഉൾപാർട്ടി പ്രശ്നങ്ങളും ഈ വിവാദവുമായി ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും സൂചനകൾ കൂടി ഉണ്ടാകുന്നുണ്ടോ? അതല്ല ഇത് സ്വാഭാവികമായി സംഭവിച്ചത് എന്നത് വേണോ നമുക്ക് വിലയിരുത്താൻ? ഉൾപ്പാർട്ടി പ്രശ്നങ്ങളിൽ നേരിട്ട് ഇതിൽ ബന്ധിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ഇതിൽ സാധാരണ റെസിഡന്റ് എഡിറ്റർ എന്നൊരു പോസ്റ്റ് നേരത്തെ നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിരുന്ന PM മനോജ് ഉൾപ്പെടെ വഹിച്ചിരുന്ന പദവിയാണ്. അത് മുഴുവൻ സമയം മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്ന പദവിയാണ്. അവിടേക്കാണ് ആദ്യം P രാജീവും പിന്നീട് M സ്വരാജും ഒക്കെ വരുന്നത്. അത് പൂർണ്ണസമയം അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ദേശാഭിമാനി മറ്റ് മാധ്യമങ്ങളെപ്പോലെ എഡിറ്റോറിയൽ പോളിസി നിരന്തരം മാറാൻ കഴിയുന്ന സ്ഥാപനമല്ല, അല്ലെങ്കിൽ കൃത്യമായ നിലപാട് ഉണ്ടാകേണ്ട സ്ഥാപനമാണ്. ഓരോ നിമിഷവും സ്വാഭാവികമായും വാർത്തകൾ, രാഷ്ട്രീയ വാർത്തകൾ കൈകാര്യം ചെയ്യേണ്ടി വരും. അവിടെ കൃത്യമായ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടാൻ കഴിയുന്ന ഒരു നേതൃത്വം വേണമെന്ന് ആവശ്യമുണ്ട്. എങ്ങനെയാണ് CPM-നെ കൈകാര്യം ചെയ്യുക? M സ്വരാജ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്. അദ്ദേഹം നിരന്തരം ഓഫീസിൽ ഇടപെടാനോ മറ്റോ സാഹചര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഓഫീസിൽ പോകാറുണ്ട്, പക്ഷേ പൂർണ്ണ സമയം അവിടെ പ്രവർത്തിക്കുന്ന ആൾ വേണമെന്ന ആവശ്യമൊക്കെ ദേശാഭിമാനി ഉയർന്നു വരുന്നു. പക്ഷേ അതിനെ തടയാൻ ദേശാഭിമാനിക്കുള്ളിലെ ചില ഗ്രൂപ്പുകൾ ശ്രമിച്ചതാണ് മറ്റൊരു പ്രശ്നത്തിന് കാരണം. അവിടെയും പ്രശ്നങ്ങളുണ്ട്. അതിനുള്ളിലെ ചില തർക്കങ്ങളുമൊക്കെ ഇതിന് കാരണമാണ്. ഏതായാലും ഈ ദേശാഭിമാനിയുടെ പ്രവർത്തനം ഇങ്ങനെ പോയാൽ പോരാ. പ്രതിപക്ഷത്തെ CPM-നെ പ്രതിരോധത്തിലാക്കുന്ന, പ്രതിസന്ധിയിലാക്കുന്ന നിരന്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതെങ്ങനെ പരിഹരിക്കാമെന്നത് വലിയൊരു തലവേദനയായി പാർട്ടി നേതൃത്വത്തിന് മുന്നിലുണ്ട്. അതിൽ വിശദമായ ചർച്ചകളിലേക്ക് ഒരുപക്ഷെ CPM കടന്നേക്കും. സംസ്ഥാന സെക്രട്ടറി അടക്കം പ്രതികരണങ്ങളുടെ വിഷയത്തിൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. M സ്വരാജ് മാത്രമാണ് മാധ്യമങ്ങൾ പറഞ്ഞ വാർത്തകൾ ശരിയല്ല എന്ന നിലപാടുമായി രംഗത്ത് വന്നത്. ഏതായാലും ആ ലേഖനം ദേശാഭിമാനിക്ക് നൽകിയ ലേഖകൻ തന്നെ പിന്നീട് അത് സാമൂഹ്യ മാധ്യമത്തിൽ ഇടുമ്പോൾ അത് കാര്യങ്ങൾ വ്യക്തമാകുന്നു. ദേശാഭിമാനി ഈ തലക്കെട്ട് തന്നെയാണ് പ്രശ്നമുണ്ടാക്കിയത്. അത് വളരെ നിസ്സാരമായി പരിഹരിക്കേണ്ട പ്രശ്നം. അത് പരിഹരിക്കാൻ ആ നേതൃത്വം, ദേശാഭിമാനിയുടെ നേതൃത്വത്തിനും അതുപോലെ തന്നെ അവിടെ പാർട്ടി ചുമതലയുണ്ടായിരുന്ന 2 CPM നേതാക്കളും കഴിയാതെ പോയതാണ് പ്രശ്നങ്ങൾ ഇത്രയധികം വഷളാക്കിയത്. VS-ന്റെ അനുസ്മരണമില്ലാതെ ദേശാഭിമാനിയുടെ VS ദേശാഭിമാനി എഡിറ്റർ കൂടിയായിരുന്നു. അത്തരമൊരാളുടെ അനുസ്മരണം കൂടി ഇല്ലാതെ ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പ് ഇറക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അതുതന്നെയാണ് ഏറ്റവും പ്രതിസന്ധി ഈ തരത്തിലേക്ക് കൊണ്ടുവരുന്നത്, വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിയിട്ടത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ദേശാഭിമാനി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വലിയ ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ള പ്രതിപക്ഷ മാധ്യമത്തിന് അതിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണമുണ്ട്. ഇത് ഒന്നും പൊതുവേ അങ്ങ് സംഭവിച്ചു പോയതല്ല, ഇതിനകത്ത് ചില നാടകീയ നീക്കങ്ങൾ കൂടി സംഭവിച്ചു. അതാണ് അരുൺ സൂചിപ്പിച്ചത്. അപ്പോൾ ദേശാഭിമാനിക്കകത്തെ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ഒപ്പം CPM രാഷ്ട്രീയവുമായി ബന്ധിപ്പിച്ചുകൂടി അതിനെ കാണേണ്ടി വരുമെന്നതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.